ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഒരു പുതിയ സ്റ്റോറിയാണ്, അടിപൊളി സ്റ്റോറിയാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ ഷാനു, 25 വയസ്സ്. ഇതെൻ്റെ ജീവിതകഥയാണ്. എൻ്റെ വീട്ടിൽ ഉമ്മ ഷഹന, വാപ്പ സിയാദ്, ഇക്ക ഷിനു എന്നിവരാണുള്ളത്. വാപ്പ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അത്യാവശ്യം പൈസ ഉള്ളതുകൊണ്ടും സുഖജീവിതമായിരുന്നു. വാപ്പാക്ക് 50 വയസ്സും ഉമ്മാക്ക് 45 വയസ്സുമായിരുന്നു. 18 വയസ്സിലാണ് ഉമ്മാനെ വാപ്പ കല്യാണം കഴിക്കുന്നത്. 1 വർഷത്തെ ഇടവേളയിലാണ് ഞാനും ഇക്കയും ജനിക്കുന്നത്. +2 കഴിയുന്നത് വരെ പഠിത്തം മാത്രമായിരുന്നു എൻ്റെ ആകെയുള്ള ചിന്ത. കൂട്ടുകാരെല്ലാം കുറവായിരുന്നത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് കൂടുതൽ സമയം ചിലവഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മ ആയിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇക്ക നാട്ടിലെ കോളേജിൽ തന്നെ ഡിഗ്രിക്ക് ചേർന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചു. +2 കഴിഞ്ഞ് ഞാൻ BBA പഠിക്കാൻ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിലെ മറ്റുള്ള സന്തോഷങ്ങൾ അറിയുന്നത്. ആദ്യമെല്ലാം ഒരു ലീവ് കിട്ടാൻ കാത്തിരുന്ന് വീട്ടിലേക്ക് ഓടി വരുമായിരുന്നു. പിന്നെ അവിടെ തന്നെ നിൽക്കാനും കൂട്ടുകാരോടൊത്ത് അടിച്ചു പൊളിക്കാനും തുടങ്ങി. കൂട്ടുകാരുടെ കൂടെ എല്ലാ പരിപാടിക്കും ഞാനും ഉണ്ടാകും, പെണ്ണ് വിഷയത്തിൽ ഒഴികെ. അവരെല്ലാം ഓരോ പെണ്ണുങ്ങളെ സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ശുദ്ധി ഞാൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി മാറ്റിവെച്ചു. പലപ്പോഴായി കൂട്ടുകാർ നിർബന്ധിച്ചെങ്കിലും ഞാൻ അതിന് മാത്രം തയ്യാറായില്ല. നാട്ടിലേക്കുള്ള പോക്ക് കുറഞ്ഞുവെങ്കിലും ഉമ്മ എല്ലാ ദിവസവും വിളിക്കും, സംസാരിക്കും. കാശിൻ്റെ കാര്യത്തിന് മാത്രമേ വാപ്പയെ വിളിച്ചിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ എത്രയും പെട്ടെന്ന് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പാർട്ട് ടൈം ജോബെല്ലാം ചെയ്ത് ബാംഗ്ലൂരിൽ നിന്ന് BBAയും MBAയും പാസ്സായി നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇക്കാടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. അപ്പോഴേക്കും നാട്ടിലെ ഒരു പണക്കാരൻ്റെ മോളുമായി ലൈനായിരുന്നു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇക്കാടെ കല്യാണം കഴിഞ്ഞു. ഇത്തയുമായി ഞാൻ മുൻപേ കമ്പനി ആയിരുന്നു. നല്ല കൂട്ടായിരുന്നു. കല്യാണത്തിന് വന്നവരെല്ലാം അടുത്തത് എൻ്റെ കല്യാണമാണെന്നും നല്ല കുട്ടിയുണ്ടെന്നും എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഉമ്മയും ഇടയ്ക്ക് വന്ന് ചോദിച്ചു, നിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഉമ്മയോട് പറയില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഉമ്മ പറയുന്നത്, വാപ്പ എനിക്ക് വേണ്ടി ബിസിനസ് പാർട്ട്ണറായ സുലൈമാനിക്കാടെ മോളെ നോക്കുന്നുണ്ടെന്ന്. ബിസിനസ് എല്ലാം എന്നെയും ഇക്കാനെയും ഏൽപ്പിച്ച് വിശ്രമിക്കാൻ പോകുകയാണെന്ന്. ഇതിലൊന്നും താല്പര്യമില്ലെന്നും സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടമെന്നും ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇക്കയുടെ കല്യാണത്തിന് ശേഷം വാപ്പ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് എനിക്ക് ദുബായിൽ ജോലി റെഡിയായ കാര്യവും എത്രയും വേഗം പോകണം എന്ന് പറഞ്ഞത്. നീ എവിടേക്കും പോകണ്ട, ഇവിടെ എൻ്റെ ബിസിനസ് നോക്കി നടന്നാൽ മതി എന്ന് പറഞ്ഞ് വാപ്പയുമായി വഴക്കായി. അവസാനം ഉമ്മയും ഇക്കയും ഇടപെട്ടാണ് പോകാൻ സമ്മതിച്ചത്. പോകുന്ന ദിവസങ്ങൾ അടുക്കും തോറും എനിക്ക് ടെൻഷനും എക്സൈറ്റ്മെൻറ്റും കൂടി വന്നു. കൂടുതൽ സമയവും വീട്ടിൽ ഉമ്മയോടൊപ്പം ചിലവഴിച്ചു. അങ്ങനെ പോകുന്ന ദിവസം വന്നു. ഉമ്മ എല്ലാം പാക്ക് ചെയ്ത് തന്നു. എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഇക്കയാണ് എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കിയത്. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുൻപ് ഉമ്മയെ വിളിച്ച് ആശ്വസിപ്പിച്ചു. ഫ്ലൈറ്റിൽ കയറി കണ്ണുകൾ അടച്ചിരുന്നപ്പോഴാണ് ഓരോ ആഗ്രഹങ്ങളും കൺമുന്നിലൂടെ മിന്നി മറഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചത് ഓരോന്നായി ഞാൻ നേടിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹത്തിലേക്കുള്ള കാത്തിരിപ്പാണ്. ദുബായ് ജീവിതം തുടങ്ങി ഇപ്പോൾ 2 മാസമാകുന്നു. മൊത്തത്തിൽ ജീവിതം മാറി തുടങ്ങിയിരിക്കുന്നു. ഭക്ഷണമാണ് ഒരേ ഒരു പ്രശ്നം. സ്വന്തമായി ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തത് കൊണ്ട് എപ്പോഴും ഹോട്ടൽ തന്നെ ശരണം. കഴിഞ്ഞ ആഴ്ച ഫുഡ് കഴിച്ചതിൽ എന്തോ മിസ്റ്റേക്ക് തോന്നിയിരുന്നു. ഫുഡ് പോയ്സൺ അടിച്ച് 4 ദിവസം കിടന്നു. ആകെ ക്ഷീണിച്ചു. വീട്ടിൽ നിന്ന് വീഡിയോ കോൾ വിളിച്ച ഉമ്മ എൻ്റെ കോലം കണ്ട് വലിയ സങ്കടമായി. ഭക്ഷണം ശരിയാവുന്നില്ല എന്ന് ഞാൻ ഉമ്മാനോട് പറഞ്ഞിരുന്നു. വാപ്പാനോട് പറഞ്ഞപ്പോൾ അവൻ തന്നെ വരുത്തി വെച്ചതല്ലേ എന്നൊരു ഡയലോഗായിരുന്നു.
അതോടെ ഉമ്മ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കും. വർക്കിന് പോയി തുടങ്ങിയതോടെ വീണ്ടും ക്ഷീണിച്ചു. അതോടെ ഉമ്മ വിളിച്ച് കരച്ചിലായി. മോനെ, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഉമ്മാക്ക് സഹിക്കുന്നില്ലടാ. ഞാൻ ഉമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കുഴപ്പമില്ല ഉമ്മ, എല്ലാം ശരിയാവും. നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വന്നൂടെ? അതൊന്നും ശരിയാവില്ല ഉമ്മ. ഉമ്മ കുറച്ച് നാൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുമോ? ചോദ്യം കേൾക്കേണ്ട താമസം. ഉമ്മാക്ക് പൂർണ്ണ സമ്മതം. പക്ഷേ വാപ്പ സമ്മതിക്കണം. വാപ്പ ഒരു നിലയ്ക്കും സമ്മതിക്കാൻ ചാൻസ് ഇല്ല. അവസാനം ഇക്കയും ഭാര്യയും ഇടപെട്ട് ഉമ്മയെ ദുബായിക്ക് അയക്കാൻ തീരുമാനമായി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഉമ്മ വരുന്ന ദിവസം ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആണെന്ന് അറിയിപ്പ് വന്നു. ഞാൻ കാത്തിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഉമ്മയെ കാണുന്നതിൻ്റെ ത്രില്ലിലായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള ആദ്യ ചുവടുകൾ വിജയിച്ചിരിക്കുന്നു. ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന യാത്രക്കാരുടെ ഇടയിൽ ഉമ്മാനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയില്ല. പതിവ് പോലെ ഉമ്മ പർദ്ദയിലായിരുന്നു. ഹൈറ്റ് കുറഞ്ഞ് അത്യാവശ്യത്തിന് മാത്രം തടിയുള്ള ഉമ്മ എപ്പോഴും സുന്ദരിയായിരുന്നു. തൻ്റെ ശരീരഭാഗങ്ങളെല്ലാം മറച്ചു വെക്കാൻ ഉമ്മ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് മറ്റുള്ളവർക്കൊന്നും ഉമ്മയുടെ അഴകളവുകൾ അറിയില്ലായിരുന്നു. എന്നെ കണ്ടതും ഉരുട്ടിക്കൊണ്ടു വന്ന ട്രോളിയെല്ലാം ഉപേക്ഷിച്ച് ഉമ്മ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. നിമിഷ നേരം കൊണ്ട് എൻ്റെ നെഞ്ചിൽ നനവ് പടർന്നു. തലപൊക്കി നോക്കിയ ഞാൻ ഉമ്മയെ കണ്ണിറുക്കി കാണിച്ച് കളിയാക്കി. അയ്യേ, ആരായി കരയണേ? പോടാ അവിടുന്ന്. ഉമ്മ ചിണുങ്ങി. ഒരു കൊല്ലത്തേക്കുള്ള സാധനങ്ങളുണ്ടല്ലോ. ബാഗെല്ലാം കാറിൽ കയറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു. കാറിൽ കയറി റൂമിലെത്തുന്നത് വരെ നാട്ടിലെ വിശേഷങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇക്ക വിളിച്ചു. ഉമ്മ വാപ്പാനോടും സംസാരിച്ചു. ഫ്ലാറ്റിലെത്തി ഉമ്മ അകത്തേക്ക് കയറി നോക്കുമായിരുന്നു. 1 BHK ഫ്ലാറ്റ് ആയിരുന്നു. ഞാൻ 2 റൂമുള്ളത് നോക്കി. പക്ഷെ ഒന്നും ശരിയായില്ല. അത് സാരമില്ല മോനെ, കുറച്ച് നാളത്തേക്കല്ലേ. ഉമ്മ അങ്ങനെ പറയുള്ളൂ എന്നറിയാമായിരുന്നു. റൂമും ബാത്റൂമും എല്ലാം വൃത്തിയാക്കി വെച്ചിരുന്നത് ഉമ്മാക്ക് നല്ല ഇഷ്ടമായി. ഉമ്മ നേരെ റൂമിൽ ചെന്ന് പർദ്ദ ഊരി അടിയിൽ ചുരിദാർ ഇട്ടിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് ഉമ്മയെ നോക്കി കട്ടിലിരുന്നു. ആഹാ, ഇതിൻ്റെ അടിയിൽ ചുരിദാർ ഉണ്ടായിരുന്നോ? അപ്പോൾ അതിട്ടാൽ പോരായിരുന്നോ? ഈ ചൂടത്തും എല്ലാം കൂടി ഇടേണ്ട കാര്യമുണ്ടോ? പോടാ, എനിക്ക് 25 വയസ്സ്, പ്രായമായി. 25 പക്ഷേ ഒരു 30-ൻ്റെ അപ്പുറം പറയില്ല. പോടാ അവിടുന്ന്. ഉമ്മ ചായ ഇടാൻ അടുക്കളയിലേക്ക് പോയി. ഞാൻ മനസ്സിൽ ഓരോ കണക്ക് കൂട്ടലുമായി അവിടെ ഇരുന്നു. വൈകുന്നേരം പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടും ഉമ്മ സമ്മതിക്കാതെ ഭക്ഷണമുണ്ടാക്കി വയറ് നിറച്ച് കഴിപ്പിച്ചു. കിടക്കാനായി ഉമ്മ വന്നപ്പോഴാണ് ഒരു കട്ടിൽ മാത്രമുള്ള കാര്യം ഉമ്മ ശ്രദ്ധിക്കുന്നത്. കിങ് സൈസ് ബെഡാണ്. ഞാൻ ഉടനെ പറഞ്ഞു, ഞാൻ സോഫയിൽ കിടന്നോളാം ഉമ്മ, ഇവിടെ കിടന്നോ? വേണ്ട വേണ്ട, നീ ഇവിടെ കിടന്നോ, 2 ആൾക്കും കിടക്കാനുള്ള സ്ഥലമുണ്ടല്ലോ. അവസാനം ഉമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി എന്ന പോലെ ഞാൻ സമ്മതിച്ചു. ഉമ്മ മേല് കഴുകാൻ ഒരു നൈറ്റിയും എടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോയി. ഞാൻ ഫോണിൽ കുത്തിയിരുന്നെങ്കിലും മനസ്സ് മുഴുവൻ ഓരോ ചിന്തകളായിരുന്നു. വീട്ടിലിടുന്ന പഴയൊരു ലൂസ് നൈറ്റി ഇട്ടാണ് ഉമ്മ ഇറങ്ങി വന്നത്. ഉമ്മ ഇപ്പോഴും ഈ നൈറ്റി ഇടുന്നുണ്ടോ? എത്ര നാളായി ഇത് വാങ്ങിയിട്ട്? ഞാൻ ഡിഗ്രിക്ക് ചേർന്നപ്പോൾ വാങ്ങിയതല്ലേ. ഉമ്മാക്ക് അത്ഭുതമായി. നിനക്ക് ഇത്രയും ഓർമ്മയുണ്ടോ? ഇത് വാപ്പാക്ക് ഏറ്റവും ഇഷ്ടമുള്ള നൈറ്റിയാണ്. ഉമ്മയുടെ ഇഷ്ടപ്പെട്ട നൈറ്റി ഏതാണ്? എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലടാ, ഞാനല്ലല്ലോ കാണുന്നത്, എനിക്കെല്ലാം ഒരുപോലെയാണ്. എനിക്ക് ഉമ്മയുടെ കറുത്ത നൈറ്റിയാണ് ഇഷ്ടം. അതിൽ ഉമ്മാനെ കാണാൻ പ്രത്യേക ഭംഗിയാണ്. ആഹാ, അത് ടൈറ്റായടാ. വാപ്പ പിന്നെ അത് ഇടണ്ടെന്ന് പറഞ്ഞു. എനിക്കും അത് ഇഷ്ടമായിരുന്നു. മതി കഥ പറഞ്ഞത്, കിടക്കാൻ നോക്ക്, നാളെ ഓഫീസിൽ പോണ്ടേ. ഉമ്മ ലൈറ്റ് ഓഫ് ചെയ്ത് എൻ്റെ വലത് സൈഡിൽ വന്ന് കിടന്നു. ഞാൻ ഒന്നുകൂടി അടുത്തേക്ക് കിടന്നുകൊണ്ട് ഉമ്മയുടെ കൈയെടുത്ത് എൻ്റെ മേത്തേക്ക് വെച്ചു. ഉമ്മ കെട്ടിപ്പിടിച്ചു. ഓരോന്നാലോചിച്ച് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉമ്മാനെ കാണാനില്ല.
സമയം നോക്കിയപ്പോൾ 7:30 കഴിഞ്ഞു. പയ്യെ എണീറ്റ് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് ഉമ്മ ഇന്നലെ രാത്രി ഇട്ട നൈറ്റിൽ നിന്ന് ദോശ ചുടുന്നുണ്ടായി. ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് പയ്യെ ഞാൻ 2 തോളിലും കൈവച്ചു. പോയി പല്ല് തേച്ച് കുളിച്ചു വാടാ. കുളിക്കണോ? ഞാൻ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടി ചോദിച്ചു. പോയി കുളിയടാ, നാറ്റം കൊണ്ട് നിൽക്കാൻ വയ്യ. ഞാനിത് കേൾക്കേണ്ട താമസം വായ കൊണ്ടു ചെന്ന് ഉമ്മയുടെ മുഖത്തേക്ക് ഊതി. ഉമ്മ ചട്ടുകം വെച്ച് എന്നെ പേടിപ്പിച്ചു. കുളിച്ചു കുട്ടപ്പനായി വന്ന് കണ്ണാടിയിൽ നോക്കി തോർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ആ ചിന്ത വന്നത്. ഉമ്മ ഇന്നലെ ഇട്ടുകൊണ്ട് വന്ന അടിവസ്ത്രങ്ങൾ. പയ്യെ ഉമ്മ വരുന്നില്ല എന്നുറപ്പ് വരുത്തി ഞാൻ അലക്കാനിട്ട ഡ്രസ്സിൻ്റെ ഇടയിൽ നോക്കി. ഒരു കരിമ്പം കുത്തിയ പഴയ ബ്രായും ഒരു ബ്രൗൺ ഇന്നറും കണ്ടു. എൻ്റെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. അതെടുക്കാൻ കൈ നീട്ടിയപ്പോഴാണ് ഉമ്മയുടെ വിളി കേട്ടത്. എല്ലാം പഴയതുപോലെ വെച്ച് ബാഗും എടുത്ത് ഞാൻ ഹാളിലേക്ക് ചെന്ന് ധൃതി കൂട്ടി. ലേറ്റായി, ഞാൻ പോണ്. ടാ പോവല്ലേ, റെഡിയായി, കഴിക്ക്. ഇത്രയും സമയം ഉണ്ടായിട്ട്. സമയമില്ല, പോട്ടെ, പുറത്തുനിന്ന് കഴിച്ചോളാം. അപ്പോഴേക്കും ഉമ്മ പാത്രത്തിൽ ദോശയും ചട്നിയുമായി വന്നു. പക്ഷേ ഞാൻ ഇറങ്ങാൻ പോകുന്നത് കണ്ട് ആ മുഖത്ത് വന്ന വിഷമം കണ്ടപ്പോൾ എനിക്ക് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നി. അല്പം വെയിറ്റിട്ട് ഞാൻ പറഞ്ഞു, വാരി തന്നാൽ കഴിക്കാം. ഉമ്മ റെഡി. ഞാൻ കസേരയിലിരുന്ന് ഷൂ ഇടുന്ന സമയം കൊണ്ട് ഉമ്മ ഭക്ഷണം വാരി തന്നു. ഞാൻ ആസ്വദിച്ച് കഴിച്ചു. എല്ലാത്തിനും പഴയ ആ രുചി തന്നെ. ഉമ്മയുടെ കണ്ണിൽ നോക്കിയപ്പോൾ വാത്സല്യം കണ്ടു. പാവം. അവസാനം എണീറ്റ് കെട്ടിപ്പിടിച്ച് കവിളൊരു ഉമ്മ കൊടുത്ത് ഞാൻ ഇറങ്ങി. ഉമ്മ തല്ലാനായി കൈ ഓങ്ങി. ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് അത് തന്നെയായിരുന്നു മനസ്സിൽ. ഇനിയും എത്ര ദൂരം താണ്ടണം ആ മനസ്സിൽ കയറാൻ. രാവിലെയും ഉച്ചയ്ക്കും ഉമ്മയെ വിളിച്ചു. വൈകുന്നേരം ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ച് റെഡിയായി നിൽക്കാൻ പറഞ്ഞു, പുറത്തു പോകാൻ. റൂമിലെത്തുമ്പോൾ ഉമ്മാനെ കാണുന്നില്ല. ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി ഉമ്മ കുളിക്കുകയാണെന്ന്. കാണാൻ പോകുന്ന കാഴ്ചയ്ക്കായി ഞാൻ ഒന്നും മിണ്ടാതെ ബെഡിൽ ശ്വാസം അടക്കി പിടിച്ച് മിണ്ടാതെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുളിച്ച് തലയിൽ തോർത്തു ചുറ്റി ചുരിദാറും പാൻറ്റും ഇട്ട് ഉമ്മ ഇറങ്ങി വന്നു. എന്താ ഒരു സൗന്ദര്യം! നീ എപ്പോൾ വന്നു? ദേ എത്തിയതേ ഉള്ളൂ. ഉമ്മ റെഡിയായില്ലേ? എൻ്റെ നോട്ടം ശ്രദ്ധിക്കാതെ ഇരിക്കാൻ ഞാൻ ചോദിച്ചു. റെഡി, നീ ഫ്രഷായിട്ട് വാ. ഞാൻ വേഗം ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു. അവിടെ ടവൽ സ്റ്റാൻഡിൽ ഉമ്മയുടെ പഴയ അടിവസ്ത്രങ്ങൾ. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ഉമ്മ വിളിച്ചു, എടാ നീ ഒന്ന് ഇറങ്ങിയേ, ഒരു സാധനം എടുക്കാനുണ്ട്. ഞാൻ ടോയ്ലറ്റിലാണ്, ഞാൻ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് മുഖം കഴുകി ഇറങ്ങിയ പാടെ ഉമ്മ അകത്തേക്ക് കയറി അതെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടാൻ പോയി. കാറിൽ കയറി ഞങ്ങൾ നേരെ ലുലു പോയി. ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി. പിന്നെ ഞാൻ ഉമ്മാനെയും കൂട്ടി എനിക്ക് ഡ്രസ്സ് എടുക്കാൻ എന്ന പേരിൽ മുകളിലേക്ക് പോയി. അവിടെ ചെന്ന് കുറേ നിർബന്ധിച്ച് നൈറ്റിയും ചുരിദാറും എടുപ്പിച്ചു. ഇന്നേഴ്സൊന്നും വേണ്ടേ മാഡം? സെയിൽസ് ഗേളിൻ്റെ ചോദ്യം എന്നെ പെട്ടെന്നുണർത്തി. ബ്രായും പാൻറ്റിയും വാങ്ങുന്നില്ലേ ഉമ്മ? ഞാൻ ചോദിച്ചു. ചോദ്യം കേട്ട് ഉമ്മ പകച്ചുപോയി. ഇല്ലെന്ന് തലയാട്ടി. ഞാൻ നിർബന്ധിച്ച് 3 ജോഡി എടുപ്പിച്ചു. പുറത്തിറങ്ങിയപ്പോൾ ഉമ്മാക്ക് ചമ്മൽ. അത് മാറ്റാൻ ഞാൻ പറഞ്ഞു. എനിക്ക് കഴിഞ്ഞ കൊല്ലം വരെ ചിട്ടി എടുത്തു തന്നത് ഉമ്മയാണ്. എൻ്റെ സൈസ് വരെ ഉമ്മാക്കറിയാം. അതുപോലെ തന്നെയല്ലേ ഇതും? അത് ഉമ്മാക്കൊരാശ്വാസമായി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. തിരിച്ച് റൂമിലെത്തി. ഉമ്മാനോട് വാങ്ങിയ ഡ്രസ്സിട്ട് നോക്കാൻ പറഞ്ഞിട്ട് നാളെ ഇടാമെന്ന് പറഞ്ഞ് പഴയൊരു നൈറ്റിയും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഞാൻ ഉമ്മാക്ക് വേണ്ടി കട്ടിലിൻ്റെ തലഭാഗത്ത് ചാരി കാത്തിരുന്നു. വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. അത് നിന്നപ്പോൾ പയ്യെ ഞാൻ വാതിലിലേക്ക് കണ്ണു നട്ടിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ നെഞ്ചിടിപ്പ് കൂടി വന്നു. ഉമ്മ തലയിൽ കെട്ടിവെച്ച ടവലഴിച്ച് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് തല തുവർത്തി. ഞാൻ ഇമ വെട്ടാതെ നോക്കിയിരുന്നു. മുടി തുവർത്തി നിൽക്കുന്ന പെണ്ണിനെ കാണാൻ ഒരു പ്രത്യേക ചേലാണ്.
അത് നമ്മൾ കാണാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആളാവുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഉമ്മ തിരിഞ്ഞ് എന്നെ നോക്കി. എന്താടാ, കിടക്കാനായില്ലേ? നാളെ ഓഫീസില്ലേ? ആ ഉണ്ട്, ഉമ്മ വരട്ടെ എന്ന് വെച്ചു. ഉമ്മ ടവൽ വിരിച്ചിട്ടു. മുട്ടുകുത്തി കട്ടിലേക്ക് കയറി. ഉമ്മ വന്ന് അടുത്ത് കിടന്നപ്പോൾ ഞാനും ലൈറ്റ് ഓഫാക്കി കിടന്നു. ഞാനൊരു കൈയെടുത്ത് പയ്യെ ഉമ്മയെ ചേർത്ത് പിടിച്ചു. ചെക്കൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. പണ്ട് നിൻ്റെ ഇക്ക എൻ്റെ അടുത്ത് കിടക്കാൻ നോക്കുമ്പോൾ നീ സമ്മതിക്കില്ല. നിനക്ക് തന്നെ എപ്പോഴും കിടക്കണം. പിന്നെന്താ, ഞാൻ മാറണോ? ഉമ്മ പഴയ കഥകൾ പറയുമ്പോൾ കേട്ടിരിക്കുന്നത് എൻ്റെ ശീലമാണ്. ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടേയിരുന്നു. കുറച്ചു നേരം സംസാരിച്ചു. ഉമ്മ ഉറങ്ങാനായി തയ്യാറെടുത്തപ്പോൾ പറഞ്ഞു, എന്ത് തണുപ്പാടാ, AC കുറച്ചിട്. അതുമ്മ ഇപ്പോൾ കുളിച്ചതുകൊണ്ടാ, പുതപ്പിടാം. ഞാൻ പുതപ്പെടുത്ത് പുതച്ചു. ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട്? മുട്ടാതെ കിടക്ക് ചെക്ക. രാവിലെ ഉറക്കം എഴുന്നേറ്റ് നേരെ അടുക്കളയിൽ ചെന്ന് ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കുളിക്കാൻ പോയി. കുളിച്ചു വന്നപ്പോഴേക്കും ഭക്ഷണം വാരിത്തരാൻ ഉമ്മ റെഡി. ആഹാ, ഇന്ന് നേരത്തെ റെഡിയായോ? അല്ലെങ്കിൽ പിന്നെ നിനക്ക് ധൃതി കൂടില്ലേ? ഉമ്മ വാരിത്തരുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പങ്ക് ഉമ്മയുടെ വായിൽ വെച്ചു കൊടുത്തു. ഉമ്മ അത് സന്തോഷത്തോടെ വാങ്ങി. കൈ കഴുകാൻ പോകുന്നതിന് മുൻപേ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കഴുത്തിലൊരു ഉമ്മ കൊടുത്ത് ഞാൻ ഇറങ്ങി. ഉമ്മ വന്നതിൽ പിന്നെ വൈകുന്നേരമാവാൻ കൂടുതൽ സമയമെടുക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഓഫീസ് കഴിയാൻ കാത്തുനിന്ന് വീട്ടിലേക്ക് പോകാൻ ചെന്നപ്പോൾ ഉമ്മ സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കിയിരുന്നു. അത് സോഫയിലിരുന്ന് കഴിച്ചുകൊണ്ട് മൊബൈൽ നോക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ സോഫയിൽ വന്നിരുന്നു TV കാണാൻ. ഞാൻ പയ്യെ ഉമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. ഓട്ടോമാറ്റിക്കായി ഉമ്മയുടെ വിരലുകൾ എൻ്റെ മുടിയിലൂടെ ഓടി നടന്നു. ആ സ്പർശനം ഞാൻ എന്നും മിസ് ചെയ്തിരുന്നു എന്നെനിക്ക് മനസ്സിലായി. പഴംപൊരി കഴിക്കുന്നത് കൊള്ളാം, എണ്ണ എൻ്റെ ഡ്രസ്സിലാകരുത്. ഉമ്മ നിബന്ധന വെച്ചു. കേൾക്കേണ്ട താമസം. ഞാൻ പുറകിലൂടെ കൈയിട്ട് ഉമ്മയെ ചുറ്റി വരിഞ്ഞു. മുഖം വയറിൽ പൂഴ്ത്തി. ഉമ്മ എന്നെ പയ്യെ തല്ലി വേർപ്പെടുത്തി. പിണക്കം കാണിച്ച് എഴുന്നേറ്റ് പോയി. ഞാൻ പിറകെ പോയി സോറിയെല്ലാം പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു. ഉമ്മ വന്നിട്ട് 2 ആഴ്ചയായി. ചെറിയ ചെറിയ കളിയും ചിരിയുമായി ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ഉമ്മാക്ക് നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മാത്രം വിഷമമായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് ചെന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് കൂട്ടുകാരൻ റമീസിൻ്റെ കോൾ വന്നത്. അവൻ എനിക്ക് തരാൻ ഒരു ഫയലുമായി വരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അവൻ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ഉമ്മാനോട് പറഞ്ഞു. ഉമ്മാക്ക് റമീസിനെ അറിയാം. ഉച്ച ആയപ്പോൾ അവൻ വന്നു. ഞാൻ ഉമ്മയെ പരിചയപ്പെടുത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഉമ്മ എന്നെപ്പറ്റിയുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ ചോദിച്ചു, മോൻ ഇവിടെ വന്ന് 2 ആൾക്കും കൂടെ നിന്നൂടെ? ഇവനൊരാശ്വാസമാവും. അപ്പോൾ അവൻ്റെ ഭാര്യ എവിടെ താമസിപ്പിക്കും? ഞാൻ ചോദിച്ചു. റമീസിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? ഇവൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് സാരമില്ല ഉമ്മ. എത്ര നാളായി? എന്താ പേര്? 6 മാസം ആയതേ ഉള്ളൂ. നഫീസ എന്നാ പേര്. ഇവന് കൂടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കണം ഇനി. ഉമ്മ ഉഷാറായി. അതിന് ഉമ്മ ബുദ്ധിമുട്ടണ്ട, അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉമ്മ സമ്മതിച്ചാൽ മതി. എനിക്ക് 100 വട്ടം സമ്മതം. ആരാ ആള്? അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയാട്ടാ. എടാ കള്ള, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലേ എന്നോട് ആരും ഇല്ലയെന്ന് പറഞ്ഞ് നടന്നേ? ആരാടാ കൊച്ച്? അതൊക്കെ ഞാൻ സമയമാകുമ്പോൾ പറയാം എൻ്റെ ഷഹനമോളെ. അവൻ പോകുന്നത് വരെ ഉമ്മ അതറിയാൻ ശ്രമങ്ങൾ നടത്തി. ഇറങ്ങാൻ നേരം അവൻ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. താഴെ വരെ കൊണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ അവൻ എന്നോട് ചോദിച്ചു, ഇതുവരെ പറഞ്ഞില്ലേ നീ? ഇല്ലടാ, ഒരു പേടി. ഡാ, ഇനി വൈകിപ്പിക്കണ്ട. ഉമ്മ മറ്റുള്ളവരോടെല്ലാം പറയുന്നതിന് മുമ്പ് കാര്യം പറഞ്ഞേക്ക്. എല്ലാം നീ വിചാരിച്ച പോലെ ആകും. അവനെ യാത്രയാക്കി ഞാൻ റൂമിൽ വന്ന് കയറുമ്പോൾ കടന്നൽ കുത്തിയതുപോലെ ആയിരുന്നു ഉമ്മയുടെ മുഖം. ഞാൻ ചെന്ന് സംസാരിക്കാൻ നോക്കിയിട്ടും രക്ഷയില്ല. രാത്രി ഭക്ഷണം കഴിച്ചപ്പോഴും മിണ്ടിയില്ല.
അവസാനം ഞാൻ അടുക്കളയിൽ വെച്ച് തടഞ്ഞു നിർത്തി കാര്യം ചോദിച്ചപ്പോൾ ഉമ്മ ദേഷ്യപ്പെട്ടു. മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ നിനക്കൊരാളെ ഇഷ്ടമുള്ള കാര്യം ഉമ്മാക്കറിയാൻ? അങ്ങനെയാണോ ഞാനും നീയും തമ്മിലുള്ള ബന്ധം? ഉമ്മ ഫുൾ സെൻറ്റി അടിച്ചു. ഇനി എനിക്ക് ഇഷ്ടമാവില്ല എന്ന് കരുതിയാണെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ഏത് പെണ്ണിനെയും ഞാൻ ഇരു കൈയ്യെ നീട്ടി സ്വീകരിക്കും. ഉമ്മ എൻ്റെ കോട്ടിലേക്ക് ബോൾ അടിച്ച് റൂമിലേക്ക് പോയി. ഇനിയിപ്പോൾ പറയാത്ത രക്ഷയില്ല എന്നെനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങനെ ഒരു അവസരവും കിട്ടില്ല. റൂമിലേക്ക് ചെല്ലുമ്പോൾ ഉമ്മ കയറി കിടന്നിരുന്നു. ഉമ്മാനോടെല്ലാം പറയാനിരുന്നതാണ്, പക്ഷേ എനിക്കിതുവരെ തുറന്നു പറയാൻ പറ്റിയിട്ടില്ല. ഉമ്മ എഴുന്നേറ്റ് വന്നു. ആരാ മോനെ? ഉമ്മ സംസാരിച്ച് സമ്മതിപ്പിക്കാം. എൻ്റെ മോൻ ഇഷ്ടപ്പെട്ടത് ആരാ ഉള്ളത്? ഉമ്മ എഴുന്നേറ്റ് വന്ന് എൻ്റെ താടി പിടിച്ചുയർത്തി. ആരാ ആൾ? ഉമ്മാനോട് പറ. ഞാൻ ഉമ്മയുടെ 2 ചുമലിലും കൈവച്ച് കണ്ണാടിക്ക് നേരെ തിരിച്ചു നിർത്തി. ആ ചുമലിൽ താടി വെച്ച് കെട്ടിപ്പിടിച്ച് കണ്ണാടിയിൽ നോക്കി പറഞ്ഞു, ഐ ലവ് യു ഉമ്മ. പറഞ്ഞു തീർന്നതും 5 സെക്കൻഡ് തരിച്ചു നിന്ന ഉമ്മ തിരിഞ്ഞ് എൻ്റെ കവളത്തൊരടിയായിരുന്നു. പുകഞ്ഞുപോയി. ഉമ്മ കരഞ്ഞുകൊണ്ട് ഓടി ബാത്റൂമിൽ കയറി. എനിക്ക് ടെൻഷനായി. ഞാൻ വാതിലിൽ കൊട്ടി. ഒരനക്കവുമില്ല. സോറി പറഞ്ഞു. ഒരു രക്ഷയുമില്ല. കുറേ നേരം കൊട്ടിക്കഴിഞ്ഞപ്പോൾ ഉമ്മ വാതിൽ തുറന്ന് എന്നെ ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കി. ഞാൻ റൂമിൽ നിന്നിറങ്ങി സോഫയിൽ പോയിരുന്ന് കരഞ്ഞു. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പോൾ റൂം അടച്ചിരുന്നു. കുറേ നേരം തട്ടിയതിന് ശേഷം വാതിൽ തുറന്ന ഉമ്മ മുഖത്ത് പോലും നോക്കാതെ അടുക്കളയിലേക്ക് പോയി. കുളിച്ച് റെഡിയായി ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ ഓഫീസിൽ പോയി. ഭീതിജനകമായിരുന്നു വൈകുന്നേരം വരെ. തിരിച്ചു ഫ്ലാറ്റിലെത്തിയപ്പോൾ അവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല. മൊത്തം ഇരുട്ട്. എൻ്റെ പേടി കൂടി. ഹാളിലും അടുക്കളയിലും ബെഡ്റൂമിലും ഉമ്മയെ കണ്ടില്ല. ബാൽക്കണിയിൽ ചെന്നപ്പോൾ അവിടെ പുറത്തേക്ക് നോക്കിയിരിപ്പുണ്ട്. കരഞ്ഞ് കലങ്ങി. ഞാൻ വിളിച്ചു, ഉമ്മ. ഒരനക്കവുമില്ല. ഞാൻ മാപ്പ് പറയാൻ വേണ്ടി ചെന്നപ്പോഴേക്കും ഉമ്മ എഴുന്നേറ്റ് പോയി. ഞാൻ തളർന്നവിടെ ഇരുന്നു. രാത്രി ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് വാങ്ങി വന്നു. രാവിലെ മുതൽ ഞങ്ങൾ 2 പേരും ഒന്നും കഴിച്ചിട്ടില്ല. ഭക്ഷണം കൊണ്ടുവച്ച് ഞാൻ ഉമ്മയെ വിളിക്കാൻ ബെഡ്റൂമിൽ ചെന്നപ്പോൾ ലൈറ്റെല്ലാം ഓഫാക്കി കിടന്നിരുന്നു. ഞാൻ പോയി ഉമ്മയെ വിളിച്ചു. എനിക്ക് വേണ്ട എന്ന് മറുപടി കിട്ടി. അത് ചെറിയൊരു ആശ്വാസമായിരുന്നു. ഞാൻ നിർബന്ധിച്ചില്ല. ഞാനും കഴിക്കാതെ സോഫയിൽ കിടന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഞാൻ അവസാനം ഉമ്മയുടെ റൂമിൽ പോയി കാലിൽ തലവെച്ച് കരഞ്ഞു. ഉമ്മ എഴുന്നേറ്റ് കാല് വലിച്ചു. ഞാൻ എഴുന്നേറ്റില്ല. കരഞ്ഞു. അവസാനം ഉമ്മ ലൈറ്റിട്ട് എഴുന്നേറ്റു. എന്നോട് പോയി കിടക്കാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പോയി എടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റില്ല. ഉമ്മ കുറച്ച് ദേഷ്യത്തിൽ പോയി കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മയും കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല, വേണേ പോയി കഴിക്കേ. എനിക്കുമില്ല. എന്നാ എണീറ്റ് പോയി കിടക്കാൻ നോക്ക്. ഞാൻ പയ്യെ എഴുന്നേറ്റ് സോഫയിൽ പോയി കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹാളിൽ ലൈറ്റിട്ട് ഉമ്മ വന്ന് 2 പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പി. ഒന്നും മിണ്ടാതെ ഞങ്ങൾ കഴിച്ചു. അടുത്ത ദിവസം രാവിലെയും ഉമ്മ ഒന്നും ഉണ്ടാക്കുകയോ കഴിക്കുകയോ ചെയ്തില്ല. ഞാൻ ഓഫീസിൽ പോയി വരുന്ന വഴി പാഴ്സൽ വാങ്ങി. റമീസ് വിളിച്ചപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു. അവൻ ആശ്വസിപ്പിച്ചു. വീട്ടിൽ ശ്മശാനമുഖമായിരുന്നു കാര്യങ്ങൾ. പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഉമ്മയും ഞാനും അപരിചിതരെ പോലെയായി. 2 ദിവസം കഴിഞ്ഞു. എനിക്ക് ഓഫീസ് അവധിയായിരുന്നു. സോഫയിലിരിക്കുമ്പോൾ ഉമ്മ വന്നു. എനിക്ക് നാട്ടിൽ പോകണം, ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഞാൻ ഇടി വെട്ടിയതുപോലെ ഇരുന്നു പോയി. ഒന്നും മിണ്ടിയില്ല. വൈകുന്നേരം ഉമ്മ ബാൽക്കണിയിലിരുന്നപ്പോൾ ഞാൻ പോയി കസേരയുടെ കാലിൽ താഴെയിരുന്നു. ഉമ്മ, ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് എനിക്കറിയാം. ഒരുമ്മയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യമാണെന്നും അറിയാം. പക്ഷേ ആ ആഗ്രഹങ്ങളാണ് ഞാൻ. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉമ്മയെ മാത്രമാണ്. എനിക്ക് മറ്റൊരു പെൺകുട്ടിയോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല.
എൻ്റെ ജീവനും ജീവിതവും ഉമ്മാക്ക് വേണ്ടി മാത്രമാണ്. ഉമ്മ ജീവിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ഉമ്മാക്ക് സ്വന്തമായി ഒന്നും ഇതുവരെ വേണമെന്ന് പറഞ്ഞിട്ടില്ല. കിട്ടുന്നതിൽ തൃപ്തിപ്പെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ ഉമ്മ എല്ലാ സുഖസന്തോഷങ്ങളുടെയും ഇനിയുള്ള കാലം എൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അതൊരു തെറ്റായി എനിക്ക് തോന്നിയിട്ടില്ല. മറ്റുള്ളവർക്ക് അത് തെറ്റായിരിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ അതാണ് ഏറ്റവും വലിയ ശരി. ഞാൻ പറഞ്ഞു നിർത്തി കരഞ്ഞുപോയി. അവിടെ നിന്ന് എഴുന്നേറ്റു. ഉമ്മ ഒന്നും പറഞ്ഞില്ല. രാത്രി ഭക്ഷണം വാങ്ങി വന്നു. ടേബിളിൽ വെച്ച് ഞാൻ പുറത്തേക്ക് പോയി. ഒരു തരം ഒളിച്ചോട്ടം. രാവിലെ ഞാൻ റൂമിലേക്ക് വരുമ്പോൾ ഉമ്മ സോഫയിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ 2 ചായ ഉണ്ടാക്കി ടീപ്പോയിൽ കൊണ്ടുവച്ച് ഉമ്മയെ വിളിച്ചു. ഉമ്മ എഴുന്നേറ്റു. ഞാൻ അവിടുന്ന് വീണ്ടും മുഖം കൊടുക്കാതെ ബെഡ്റൂമിൽ പോയി. കുളിച്ച് റെഡിയായി പോകാൻ തയ്യാറായി. ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചു നിന്നു. ഹാളിലെത്തിയപ്പോൾ ഉമ്മ പിറകിൽ നിന്ന് വിളിച്ചു, ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ട് പോ. പെട്ടെന്ന് എന്തോ കഴിച്ചെന്ന് വരുത്തി യാത്ര പറഞ്ഞിറങ്ങി. ഓഫീസിലിരുന്ന് ഫുൾ ചിന്തയിലായിരുന്നു. ഇറങ്ങാൻ നേരം ബോസ് ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ഷാർജയിൽ കമ്പനിയുടെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, പോകാമോ എന്ന് ചോദിച്ചു. വീട്ടിലിരിക്കുന്ന കാര്യം ഓർത്തപ്പോൾ പെട്ടെന്ന് ഓക്കെ പറഞ്ഞു. വീട്ടിൽ പോയി ബാഗ് പാക്ക് ചെയ്യണം. ഉമ്മാക്ക് കൊടുത്തിരുന്ന ഫോണിൽ റീചാർജ് ചെയ്തു. ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ നാട്ടിൽ നിന്ന് ഇക്ക വിളിച്ചു. സംസാരിച്ചുകൊണ്ട് റൂമിലെത്തി. ഫോൺ ഉമ്മാക്ക് കൊടുത്ത് റൂമിലേക്ക് പോയി. ഉമ്മ ഫോണിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ഞാൻ റെഡിയായി. എത്രയും കുറവ് ഉമ്മാക്ക് മുഖം കൊടുക്കാൻ പറ്റുമോ അത്രയും നല്ലത് എന്നാണ് തോന്നിയത്. കോള് കട്ടാക്കിയതിന് ശേഷം ഫോൺ തരാമെന്നപ്പോഴാണ് ഉമ്മ ഞാൻ ബാഗ് പാക്ക് ചെയ്യുന്നത് കാണുന്നത്. ഞാൻ തല ഉയർത്താതെ പറഞ്ഞു, കമ്പനി ഒന്ന് ഷാർജ വരെ പോകാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വരും. ഉമ്മാക്ക് അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ റമീസിനോട് പറഞ്ഞാൽ മതി. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉമ്മാക്ക് നാട്ടിൽ പോകുന്ന കാര്യം ഞാൻ പോയി വന്നിട്ട് ഏജൻസിയിൽ പറയാം. ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇറങ്ങാൻ നേരം യാത്ര പറഞ്ഞു. ഉമ്മ അപ്പോഴും എന്നെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണു വെട്ടിച്ചു. കാറിൽ പോകുന്നതിൻ്റെ ഇടയിൽ മനസ്സിൽ മൊത്തം ഉമ്മയുടെ ആ മുഖം മാത്രമായിരുന്നു. ആൾക്കൂട്ടത്തിൽ ഉപേക്ഷിച്ച പോലെയുള്ള ആ നിപ്പ് മനസ്സിലൊരു വിങ്ങലായി. എൻ്റേതൊരു ഒളിച്ചോട്ടമാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. മനസ്സിൽ അങ്ങനെയല്ല എന്നൊരു 100 ആവർത്തി പറയാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഞാൻ ചെയ്യുന്നതെല്ലാം വലിയ തെറ്റായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷാർജയിലെത്തി ഹോട്ടൽ റൂം കയറി ഫ്രഷായി. മനസ്സിന് വല്ലാത്ത ഭാരം. ഫോൺ എടുത്ത് ഉമ്മയെ വിളിച്ചു. 2 റിങ്ങിൽ ഫോൺ എടുത്തു. ഹലോ ഹലോ. നിശബ്ദത. ഞാൻ എത്തി. കഴിച്ചോ? ഇല്ല. വേഗം കഴിച്ച് കിടക്കാൻ നോക്ക്. ഉമ്മ, ഐ എം സോറി ഉമ്മ, എന്നോട് ക്ഷമിക്കൂ. നീ വിഷമിക്കണ്ട, എനിക്ക് ദേഷ്യമൊന്നുമില്ല. നീ സമാധാനമായി പോയി വാ, നമ്മൾക്ക് സംസാരിക്കാം. ഗുഡ് നൈറ്റ്. എൻ്റെ നെഞ്ചിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നി. ഉമ്മ എന്നോട് സംസാരിച്ചല്ലോ, അതിൽ കൂടുതലൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഉമ്മാക്ക് താല്പര്യമില്ലാത്ത കാര്യം ഇനി സംസാരിക്കില്ല എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. രാവിലെ ഉമ്മയുടെ കോൾ വന്നപ്പോഴാണ് എണീറ്റത്. ലേറ്റായി ഉറങ്ങിയത് കൊണ്ട് നല്ല ക്ഷീണം. ഉമ്മയോട് സംസാരിച്ച് നേരെ മീറ്റിങ്ങിന് പോയി. വൈകുന്നേരം തിരിച്ചെത്തി. കിടക്കുന്നതിന് മുമ്പ് വീണ്ടും വിളിച്ചു വെച്ചു. ഞങ്ങൾക്കിടയിൽ വല്ലാത്ത ഗ്യാപ്പ് വന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ തന്നെ കുറ്റക്കാരൻ എന്ന് മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. 2 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് രാവിലെ വീട്ടിൽ തിരിച്ചെത്തി. ഞാൻ വന്നതിന് ശേഷമാണ് ഉമ്മ എഴുന്നേറ്റത്. വേഗം എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. പാവം. ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി വന്നപ്പോൾ ഉമ്മ ചോദിച്ചു, മോനിന്ന് ഓഫീസുണ്ടോ? പോണം. ലീവ് കിട്ടില്ലേ? ഓഫീസിൽ തിരക്കാണ്. എനിക്ക് മോനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
വേണ്ടുമ്മ, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തത്. നമ്മൾക്കിനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട. ഞാൻ മറുപടിക്ക് കാത്തു നിൽക്കാതെ വേഗം ഓഫീസിലേക്ക് പോയി. ഉച്ചയ്ക്ക് റമീസ് വിളിച്ച് രാത്രി അവൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഉമ്മയെ വിളിച്ചു പറഞ്ഞു. വൈകുന്നേരം 8 മണിക്ക് ശേഷമാണ് ഞാൻ റൂമിലെത്തിയത്. ഉമ്മ ഒരു മഞ്ഞ ചുരിദാറിട്ട് പോകാൻ റെഡിയായി നിന്നിരുന്നു. ഞാൻ ചെന്ന് കുളിച്ചു. 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി. വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾ സംസാരിച്ചുള്ളൂ. കോളിംഗ് ബെൽ അടിച്ച് കാത്തു നിന്നപ്പോൾ റമീസാണ് വന്ന് വാതിൽ തുറന്നത്. അകത്തേക്ക് ക്ഷണിച്ചതിന് ശേഷം റമീസ് അകത്തേക്ക് നോക്കി വിളിച്ചു. ഉമ്മ, ആരാ വന്നേക്കുന്നത് നോക്കിയേ. അടുക്കളയിൽ നിന്ന് റമീസിൻ്റെ ഉമ്മ നഫീസ ഇറങ്ങി വന്നു. കാണാൻ സുന്ദരി, 45 വയസ്സ് തോന്നിക്കും. ഉമ്മ കണ്ണു മിഴിച്ച് നിന്നപ്പോൾ റമീസ് അവൻ്റെ ഉമ്മയെ ചേർത്ത് നിർത്തി പറഞ്ഞു. ഉമ്മ, ഇതാണ് നഫീസ, എൻ്റെ ഉമ്മ, ഭാര്യ, കാമുകി, എല്ലാം. ഉമ്മ ഒരു ഷോക്കിലായിരുന്നു. അവരുടെ കഴുത്തിൽ 6 എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ ലോകത്തോടു കൂടിയ മാല കിടക്കുന്നത് കണ്ടു. റമീസിൻ്റെ സംസാരം ഉമ്മയെ സ്വപ്നത്തിൽ നിന്നും ഉണർത്തി. ഉമ്മാക്കൊരു സർപ്രൈസ് തരണമെന്നുള്ളത് കൊണ്ട് പറയാതെ വെച്ചതല്ല കേട്ടോ. പെട്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് പറയാതെ ഇരുന്നതാ. ഇവനെല്ലാം അറിയാമായിരുന്നു. ഉമ്മ എന്നെ നോക്കി. എനിക്ക് ഉമ്മയെ നോക്കാനുള്ള ധൈര്യമുണ്ടായില്ല. മതി, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. വാ ഷെഹന. നഫീസ ഉമ്മയെ വിളിച്ച് അടുക്കളയിലേക്ക് പോയി. ഞാനും റമീസും അവൻ്റെ റൂമിലേക്കും. അവൻ സംസാരിച്ചു തുടങ്ങി. എടാ, നീ തീരുമാനിച്ചോ? എടാ, ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിപ്പെടുമ്പോൾ പ്രശ്നങ്ങളേ ഉണ്ടാകൂ. എല്ലാം നിനക്കറിയാവുന്നതല്ലേ? ശരിയാണ്, പക്ഷേ എൻ്റെ ഉമ്മ എന്നിൽ നിന്ന് ഇത്ര അകന്നു പോകും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എനിക്കത് സഹിക്കുന്നില്ലടാ. സഹിക്കണം, അതിനു വേണ്ടിയാണ് നീ ഇത്രയും നാൾ ജീവിച്ചത്. ഇല്ലടാ, ഇനി എനിക്ക് പറ്റില്ല. ചിലപ്പോൾ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും എൻ്റെ ഉമ്മയെ. നീ അങ്ങനെയൊന്നും ചിന്തിച്ച് കാട് കയറണ്ട. ഇതേ സമയം അടുക്കളയിൽ ഭക്ഷണം പാത്രത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഇടയിൽ നഫീസ സംസാരിക്കുകയായിരുന്നു. ഷെഹനയ്ക്ക് ഞെട്ടലായല്ലേ? ആർക്കായാലും അങ്ങനെ തന്നെ ആവും. അവൻ ആദ്യം എന്നോട് ഈ കാര്യം പറയുന്നത് 18 വയസ്സിലാണ്. അന്നതൊരു തമാശയായിട്ടേ തോന്നിയുള്ളൂ. അച്ഛനില്ലാത്ത 2 മക്കളെ വളർത്തിയെടുക്കാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ കഷ്ടപ്പാടുകൾ ദൈവം പോലും കാണില്ല എന്ന് തോന്നിയ കാലം. പക്ഷേ എല്ലാം അവൻ അടുത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. നഫീസ പറഞ്ഞു നിർത്തി. പാത്രത്തിൽ കറി ഒഴിച്ച് ചപ്പാത്തി ഇട്ട് വെച്ച കാസറോൾ മൂടി വെച്ച് തുടർന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ഇങ്ങോട്ട് വന്നു. ജോലിക്ക് കയറി. അവൻ്റെ മൂത്തതായിരുന്നു മോൾ. അവൾക്ക് നാട്ടിൽ ജോലിയായി. അവളെ കെട്ടിച്ചു. അതോടെ ഞാൻ ഒറ്റയ്ക്കായി. മകനൊരു കല്യാണം കഴിച്ച് എനിക്ക് കൂട്ടിന് ആളെ തരുമെന്ന് കരുതിയ എനിക്ക് തെറ്റി. അവൻ അതിനും എത്രയോ മുമ്പ് അവൻ്റെ കൂട്ടിനായി എന്നെ തിരഞ്ഞെടുത്തിരുന്നു. കഴിഞ്ഞ കൊല്ലം അവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. അവൻ്റെ ആഗ്രഹം പറഞ്ഞു. അവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്ക് വന്നത്. പക്ഷേ അവൻ അവൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അവനെപ്പോലെ ചിന്തിക്കാൻ അവനെ പറ്റൂ. നഫീസ ഒരു ദീർഘനിശ്വാസം എടുത്തു തുടർന്നു. അവൻ പറഞ്ഞത് എന്താണെന്നോ? അവൻ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ അല്ല ആവശ്യം. അവനെ വളർത്തി വലുതാക്കി സ്വന്തം ജീവിതം തന്നെ വേണ്ട എന്ന് വെച്ച അവനെ വലുതാക്കിയ അവൻ്റെ ഉമ്മയാണെന്ന്. അവൻ്റെ ജീവിതം മറ്റൊരാൾക്കും അവകാശപ്പെട്ടതല്ല എന്ന്. എനിക്ക് പക്ഷേ അവൻ പറഞ്ഞതെല്ലാം മനസ്സിലായെങ്കിലും ഒന്നും അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. നമ്മുടെ സമൂഹം, ആളുകൾ, അങ്ങനെ പലതും. അതിനവൻ പറഞ്ഞ മറുപടി, നമ്മൾ കഷ്ടപ്പെട്ടപ്പോഴും വിഷമിച്ചപ്പോഴും ഈ സമൂഹവും ആളുകളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അവരെ നോക്കുന്നത്?
അവൻ പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് എനിക്ക് തോന്നി. നമ്മൾ എത്ര പണിയെടുത്തെന്നോ പാത്രം കഴുകിയെന്നോ എന്തെല്ലാം സഹിച്ചുവെന്നോ ആരും തിരിഞ്ഞു നോക്കില്ല. പക്ഷേ നമ്മൾ നമുക്കിഷ്ടമുള്ള ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇവരെയെല്ലാം നമ്മൾ ബോധ്യപ്പെടുത്തണം. ജീവിതം ഒന്നേ ഉള്ളൂ. ഇപ്പോഴേ ലേറ്റായി. ഇനിയുള്ള കാലമെങ്കിലും സന്തോഷമായി ജീവിക്കണം. നഫീസ പറഞ്ഞു നിർത്തി. ഉമ്മ അത്ഭുതത്തോടെ കേട്ടിരുന്നു. ഉമ്മക്ക് ആദ്യം തോന്നി ഈർഷ്യ. ഇപ്പോൾ തീരെ ഇല്ലെന്ന് തോന്നി. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ടേബിളിന് ചുറ്റുമിരുന്നു. റമീസിൻ്റെ തൊട്ടടുത്ത് നഫീസ ഇരിക്കുന്നു. പ്രായം കൊണ്ട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും അവരെ കണ്ടാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നേ ആരും പറയൂ. ഉമ്മ അവരെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ കളി, ചിരി, സംസാരം ഉമ്മ ആസ്വദിക്കുന്നതായി എനിക്ക് തോന്നി. പെട്ടെന്ന് ഉമ്മ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ വേഗം കണ്ണെടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നഫീസ പഴുത്ത പപ്പായ മുറിച്ചു വെച്ച കാര്യം പറഞ്ഞത്. എഴുന്നേക്കാൻ പോയപ്പോൾ റമീസ് കാര്യം തിരക്കി. പിടിച്ചിരുത്തി അവൻ അടുക്കളയിലേക്ക് പോയി പ്ലേറ്റിൽ പപ്പായ എടുത്തു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. നഫീസ എടുക്കുന്നില്ലേ? ഉമ്മ ചോദിച്ചു. അതിന് റമീസാണ് ഉത്തരം പറഞ്ഞത്. ഉമ്മക്ക് കഴിച്ചൂടാ. വി ആർ എക്സ്പെക്റ്റിംഗ്. 3 മാസമായി. ഏജ് ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കെയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. ഇവനാണിപ്പോൾ എൻ്റെ നേഴ്സ്. നഫീസ കമൻറ്റ് പാസ്സാക്കി. എല്ലാവരും ചിരിച്ചു. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. നഫീസ എന്തോ ഓർത്തതുപോലെ ഉമ്മയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി പറഞ്ഞു. നീ തീരുമാനിച്ചോ? റമീസ് ചോദിച്ചു. ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് വീക്ക്. ഇവിടെ നിൽക്കുന്നത് ഉമ്മാക്കും എനിക്കും ബുദ്ധിമുട്ടാണ്. അത് വേണ്ട. ഉമ്മമാർ 2 പേരും അപ്പോഴേക്കും വന്നു. ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിലെത്തും വരെ ഉമ്മ ആലോചനയിലായിരുന്നു. ഞാൻ ട്രാവൽ ഏജൻസിയുടെ അവിടെ നിർത്തി ടിക്കറ്റ് എടുക്കാൻ പോയതൊന്നും ഉമ്മ ശ്രദ്ധിച്ചില്ല. തിരിച്ച് റൂമിലെത്തിയ ഞാൻ വേഗം ബാത്റൂമിലേക്ക് പോയി. തിരിച്ചിറങ്ങി ലാപ്ടോപ്പും എടുത്ത് സോഫയിൽ വന്നിരുന്ന് പണി തുടർന്നു. കുറച്ച് കഴിഞ്ഞ് ഉമ്മ വന്ന് സോഫയിലിരുന്നു. വർക്കിലാണോ? ചെറുതായിട്ട്. നാളെ ഓഫീസുണ്ടോ? ഉണ്ട്, പോണം. സമയം കുറേ ആയി, കിടക്കാൻ നോക്ക്. ശരി ഉമ്മ. ഉമ്മ ചോദിച്ചതിനെല്ലാം മുഖത്ത് നോക്കാതെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. നോക്കാനുള്ള ബുദ്ധിമുട്ട് മാറുന്നില്ലായിരുന്നു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നിട്ട് ഉമ്മ എഴുന്നേറ്റ് പോയി കിടന്നു. രാവിലെ ഉമ്മ വിളിച്ചപ്പോഴാണ് ഉണർന്നത്. സോഫയിൽ തന്നെ കിടന്നുറങ്ങി. കുറച്ച് ദിവസമായിട്ട് അതാണല്ലോ പതിവ്. ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ഉമ്മയാണ് കണി കണ്ടത്. പോകാൻ ടിക്കറ്റ് റെഡി ആയതിൻ്റെ ആവും, ഞാൻ മനസ്സിൽ കരുതി. പോയി കുളിച്ചു വാ, ഞാൻ പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഉമ്മ അടുക്കളയിൽ കയറുന്നത്. അതും പുട്ടെൻ്റെ ഫേവറേറ്റാണ്. ഞാൻ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി വന്നു. അപ്പോഴേക്കും ആവി പൊന്തുന്ന പുട്ട് ടേബിളിൽ റെഡിയായിരുന്നു. ഞാൻ കഴിക്കാനിരുന്നപ്പോൾ ഉമ്മയും വന്നിരുന്നു. ഉമ്മയെ കഴിക്കാൻ വിളിക്കാതെ ഇരുന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നി. നാട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു ഉമ്മ. ഇന്നലെ ഇക്ക വിളിച്ചപ്പോൾ പറഞ്ഞതാണ് എല്ലാം. ഞാൻ കേട്ടിരുന്നു. ഉമ്മ രാവിലെ തന്നെ കുളിച്ച് നല്ല പച്ച നൈറ്റിയാണ് വേഷം. തലയിൽ വെളുത്ത് തോർത്തിട്ടു ചുറ്റിയിട്ടുണ്ട്. കറി തീർന്നപ്പോൾ ഉമ്മ എടുക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് എൻ്റെ കണ്ണ് പോയത് ഉമ്മയുടെ പിന്നിലേക്കാണ്. പെട്ടെന്ന് ഓർത്തപ്പോൾ കണ്ണ് പിൻവലിച്ചു. പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് കഴിച്ച് ഓഫീസിലേക്ക് പോയി. ഇറങ്ങാൻ നേരം ഉമ്മ എന്തോ പറയാൻ എന്ന പോലെ വാതിൽ വരെ വന്നു നിന്നു. ഞാൻ പെട്ടെന്ന് യാത്ര പറഞ്ഞിറങ്ങി. ഓഫീസിലിരിക്കുമ്പോൾ ഉമ്മയെക്കുറിച്ചാണ് ആലോചിച്ചത്. എത്ര സന്തോഷവതിയായിരുന്നു ഉമ്മ വന്ന ദിവസങ്ങളിൽ. ആ നശിച്ച ദിവസത്തിന് ശേഷമാണ് എല്ലാം നഷ്ടമായത്. വേണ്ടിയിരുന്നില്ല. ഇത്രയും നാൾ പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. എന്തായാലും ഉമ്മ എന്നോട് ക്ഷമിച്ചു എന്ന് തോന്നുന്നു. സംസാരിച്ചു തുടങ്ങി. വൈകുന്നേരം റൂമിലെത്തി ബെല്ലടിച്ചപ്പോൾ വന്ന് വാതിൽ തുറന്നതും പ്രസന്നവതിയായ ഉമ്മയെ കണ്ടു. റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും ചായയുമായി ഉമ്മ എത്തി.
അടുത്ത് വന്നിരുന്ന് എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. അവസാനം ആ നിശബ്ദത ഭേദിച്ചത് ഉമ്മയാണ്. ഓഫീസിൽ എന്തുണ്ട് വിശേഷം? നന്നായി പോകുന്നു. റമീസ് വന്നിരുന്നോ? ഇല്ല, ലീവായിരുന്നു. നഫീസ ഉമ്മാക്ക് സ്കാനിങ് ഡേ ആയിരുന്നു. കുറച്ചു നേരം വീണ്ടും നിശബ്ദത. വീണ്ടും ഉമ്മ ചോദിച്ചു, നിനക്ക് എന്നോട് ദേഷ്യമാണോ? എനിക്കൊരു ദേഷ്യവും ഇല്ലുമ്മ. ഞാൻ നിന്നെ തല്ലാൻ പാടില്ലായിരുന്നു. എൻ്റെ തെറ്റുകൊണ്ടല്ലേ, ഞാനത് അറിയിക്കുന്നു. എന്നെ തല്ലാൻ ഉമ്മാക്ക് അവകാശമുണ്ട്. എന്നാലും ഞാൻ തല്ലാൻ പാടില്ലായിരുന്നു. നീ എന്നോട് ക്ഷമിക്കും. അതെല്ലാം കഴിഞ്ഞില്ലേ ഉമ്മ? ഞാൻ അതെല്ലാം മറന്നു. അതെല്ലാം കഴിഞ്ഞോ? എല്ലാം മറന്നു? ഉമ്മ എൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ആ കണ്ണിൽ നോക്കിയപ്പോൾ എല്ലാ ധൈര്യവും ചോർന്നു പോയി. ഞാൻ പയ്യെ മൂളി, എനിക്ക് പഴയ ഷാനുവിനെ തിരിച്ചതാ. ഉമ്മ കൈ നീട്ടി. ഞാൻ ചിരിച്ചുപോയി. ആ കുസൃതി കണ്ടിട്ട്. തന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു, പോരാ, കയ്യിൽ കൈവച്ച് സത്യം ചെയ്. ഞാൻ അതുപോലെ ചെയ്തു. ഗുഡ് ബോയ്. ഇനി എനിക്ക് നഫീസയെ ഒന്ന് ഫോണിൽ കാണിച്ചു തരൂ? ഞാൻ കൈനീട്ടി ഫോണെടുത്ത് റമീസിനെ ഡയൽ ചെയ്തു. അവനോട് സംസാരിച്ച് നഫീസ ഉമ്മയെ കിട്ടിയപ്പോൾ ഞാൻ ഉമ്മാക്ക് കൊടുത്തു. ഉമ്മ ഫോണുമായി എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. 2 മണിക്കൂറിന് ശേഷമാണ് ഫോൺ കൊണ്ടുവന്ന് തന്നത്. എന്നിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. ഉമ്മ പയ്യെ സന്തോഷത്തിലേക്ക് വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഭക്ഷണത്തിൽ കണ്ടു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് എല്ലാം കൊണ്ടുവന്ന് ലാപ്ടോപ്പിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് നോക്കി നിൽക്കും. പിന്നെ ഒരു പുഞ്ചിരി തന്ന് അടുക്കളയിലേക്ക്. ആ സമയം എൻ്റെ നെഞ്ച് പടപടാന്നിരിക്കാൻ തുടങ്ങി. പടച്ചോനെ, എന്തൊരു പരീക്ഷണമാണ്. രാത്രി ഭക്ഷണശേഷം വീണ്ടും ലാപ്ടോപ്പുമായി ഇരുന്നപ്പോഴാണ് ഉമ്മ വന്നടുത്തിരുന്നത്. കിടക്കാനായില്ലേ? കുറച്ചു പണി കൂടി ബാക്കിയുണ്ട്. ഉറക്കമുളച്ച് വെറുതെ വല്ല അസുഖവും വരുത്തി വെക്കേണ്ട. ബാക്കി നാളെ ചെയ്യാം. ഉമ്മ എഴുന്നേറ്റ് റൂമിലേക്ക് പോകും വഴി നിന്നു. സോഫയിൽ കിടന്ന് ഇനി നടു ഉളുക്കണ്ട, റൂമിൽ വന്ന് കിടക്കാൻ നോക്ക്. ഉമ്മ അത് പറഞ്ഞ് അകത്തേക്ക് പോയി. എൻ്റെ മനസ്സിൽ വീണ്ടും കൺഫ്യൂഷൻ. ഇല്ല, ഉമ്മ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. എൻ്റെ വൃത്തികെട്ട മനസ്സ് എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നത്? മനസ്സിൽ വെപ്രാളം കൂടി വന്നു കിടക്കാൻ. പക്ഷേ മനസ്സിനെ സ്വയം നിയന്ത്രിച്ചു. ഉമ്മ ഉറങ്ങിയിട്ട് പോകാം. കുറച്ചു നേരം കൂടി ലാപ്പിൽ നോക്കിയിരുന്നു. കിടക്കാൻ പോയി. ലൈറ്റ് ഇടാതെ ഉമ്മയുടെ സൈഡിൽ വന്ന് കിടന്നു. പെട്ടെന്ന് ഉമ്മ കൈയെടുത്ത് കെട്ടിപ്പിടിച്ചു. ഉറക്കത്തിലാണ് പാവം. ഞാനും ഉറങ്ങാൻ ശ്രമിച്ചു. രാവിലെ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ ഉമ്മ അടുക്കളയിൽ പണിയിലാണ്. രാവിലെ തന്നെ കുളിച്ച് മുടി ഈറൻ കെട്ടി വെച്ചിട്ടുണ്ട്. എന്നെ കണ്ടതും ചിരിച്ചു. ഇപ്പോൾ റെഡിയാവും, കുളിച്ചിട്ട് വാ. ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും ഉമ്മ എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. ഞാൻ കഴിക്കാനിരുന്നു. ഉമ്മയെ വിളിച്ചു. ഉമ്മ വന്ന് മുടിയിലെ കെട്ടഴിച്ചു. മുടി വാരി ഒതുക്കിയിരുന്നു. എന്തൊരു ഭംഗിയാണ്! നോക്കാനും നോക്കാതെ ഇരിക്കാനും പറ്റാത്ത അവസ്ഥ. ഉമ്മയാണ് കണ്ടുകൊണ്ട് എന്തേ എന്ന് ചോദിച്ചത്. ഞാൻ നോട്ടം പിൻവലിച്ചു. വൈകുന്നേരം നേരത്തെ വരുമോ നീ? കുറച്ച് സാധനങ്ങൾ വാങ്ങണം. എന്താ വേണ്ടത്? ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. എനിക്കൊന്ന് പുറത്തു പോകണം, ഉമ്മ പറഞ്ഞു. ഉമ്മാനോട് വൈകുന്നേരം നേരത്തെ എത്താമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. ഉച്ചയ്ക്ക് ഏജൻസിയിൽ നിന്ന് വിളിച്ചു. അവർ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണെന്ന് പറയാൻ. പാസ്പോർട്ടിൻ്റെ കോപ്പി മിസ്സായി അത്രേ. ഞാൻ ഉമ്മയെ വിളിച്ചു. ഹലോ ഉമ്മ, ഇപ്പോൾ ഒരാൾ വരും. ആരാ മോനെ? ട്രാവൽസിൽ നിന്നാണ്. അവർക്ക് ടിക്കറ്റ് എടുക്കാൻ ഉമ്മയുടെ പാസ്പോർട്ട് ഒന്ന് കൊടുക്കണം. ഈ ആഴ്ച തന്നെ നോക്കാമെന്നാണ് അവർ പറയുന്നത്. അപ്പുറത്ത് മിണ്ടാട്ടമില്ല. ഹലോ ഉമ്മ, കേൾക്കുന്നില്ലേ? ഉമ്മ മൂളുക മാത്രം ചെയ്തു. എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു. വൈകുന്നേരം റൂമിലെത്തിയപ്പോൾ ലേറ്റായി. ബെല്ലടിച്ചപ്പോൾ ഉമ്മ വന്ന് തുറന്നു. മുഖത്തൊരു സന്തോഷമില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചു. സോറി ഉമ്മ, അത്യാവശ്യമായി ചെയ്തു കൊടുക്കേണ്ട ഒരു വർക്ക് വന്നു, അതാ. വേണമെങ്കിൽ നമുക്കിപ്പോൾ പോകാം. വേണ്ട. ഉമ്മ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി ചായ ഉണ്ടാക്കാൻ. ഞാൻ കുളിച്ചിറങ്ങുമ്പോഴാണ് കമ്പനിയിൽ നിന്ന് കോള് വന്നത്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കെ ഉമ്മ ചായയുമായി വന്നു. അത് വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കെ ഉമ്മ വീണ്ടും അടുക്കളയിലേക്ക് പോയി.
കോള് കട്ട് ചെയ്ത് ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് ചായക്കപ്പ് വെച്ചുകൊണ്ട് ഉമ്മായോട് പറഞ്ഞു, കമ്പനിയിൽ നിന്നാണ് കോൾ വന്നേ. എനിക്കിപ്പോൾ ഷാർജയ്ക്ക് പോകണം. നാളെ മീറ്റിംഗ് ഉണ്ട്. ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ റൂമിൽ പോയി ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. സോക്സ് കാണാതെ ആയപ്പോൾ ഞാൻ ഉമ്മയെ വിളിച്ചു. ഉമ്മ വന്നില്ല. ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. സോക്സ് എവിടെയുമ്മ? അവിടെ കാണും. ഒന്ന് എടുത്തതാ ഉമ്മ. നിനക്ക് നിൻ്റെ കാര്യങ്ങളൊന്നും സ്വന്തമായി ചെയ്യാൻ പറ്റില്ലേ? എല്ലാത്തിനും എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കണേ? ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ആരെയും വേണ്ടല്ലോ. അപ്പോൾ സ്വന്തം കാര്യം ചെയ്യാനറിയാം. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൂടെ? ഉമ്മ പൊട്ടിത്തെറിച്ചു. ഞാനൊന്നും മിണ്ടാതെ റൂമിലേക്ക് പോയി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉമ്മ റൂമിലേക്ക് ഉണക്കിയ സോക്സുമായി വന്നു. ഒന്നും മിണ്ടാതെ എൻ്റെ നേരെ നീട്ടി. ഞാൻ മുഖത്ത് നോക്കി ഗൗരവം നടിച്ചു. എന്നിട്ട് ഞാൻ അടച്ച ബാഗ് തുറന്നു ചോദിച്ചു, ഇങ്ങനെ നിന്നാൽ മതിയോ? പോകണ്ടേ? ഇനി വല്ലതും എടുക്കാനുണ്ടോ? ബാഗിലേക്ക് നോക്കിയ ഉമ്മ കണ്ടത് ഉമ്മയുടെ സാധനങ്ങൾ അടക്കം എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇതെങ്ങോട്ടാ? ഷാർജയ്ക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 2 കൂടിയാ പോണേ. ഞാനില്ല. എനിക്ക് നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് റെഡിയാക്കിയതല്ലേ. ഞാൻ നാട്ടിലേക്ക് പൊക്കോളാം. ഉമ്മ പറഞ്ഞു. നാട്ടിലേക്ക് പോകാം. അതിനു മുന്നേ ഷാർജ കണ്ടിട്ട് വരാം. ചെന്ന് റെഡിയാവ്. ഞാൻ ഉമ്മയെ ഉന്തിത്തള്ളി വിട്ട് ബാഗ് പാക്കിംഗ് തുടർന്നു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഉമ്മ ഞാൻ വാങ്ങിക്കൊടുത്ത ചുരിദാറാണ് ഇട്ടത്. ഞാൻ ലാപ്ടോപ്പ് ബാഗ് എടുക്കാൻ പോയി വന്നപ്പോഴേക്കും ഉമ്മ ബാഗെല്ലാം റെഡിയാക്കി നിന്നു. ബാഗ് കാറിൽ കയറ്റി. ഞാൻ വണ്ടിയിൽ കയറിയപ്പോഴേക്കും ഉമ്മ വന്ന് കാറിൽ കയറി. ചുരിദാറിൽ ഉമ്മ ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു. കുറച്ചു ദൂരം പോയി റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. തിരിച്ച് കാറിൽ കയറിയപ്പോൾ ഉമ്മ ചോദിച്ചു, ഇത് നിൻ്റെ ഓഫീസ് കാര്യമല്ലേ? അതിനെന്നെ എന്തിനാ കൊണ്ടുപോകുന്നേ? ഓഫീസ് കാര്യം തന്നെ. പക്ഷേ ഉമ്മ ഷാർജ കണ്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ തവണ പോയപ്പോൾ എന്തേ ഓർത്തില്ലേ ഉമ്മ ഷാർജ കണ്ടിട്ടില്ലെന്ന്? ഉമ്മ തിരിച്ചടിച്ചു. അന്ന് എനിക്ക് വല്ലാതെ മിസ് ചെയ്തു, അതുകൊണ്ടാ. ഞാനിപ്പോൾ നാട്ടിൽ പോകൂലേ, പിന്നെ നിനക്കെന്താ? ഉമ്മ നാട്ടിൽ പോയാലും എനിക്ക് മിസ് ചെയ്യും. ഉമ്മാക്ക് മിസ് ചെയ്യോ? ഇല്ല, ഉമ്മ മുഖത്ത് നോക്കാതെ പറഞ്ഞു. ഞങ്ങൾ ഷാർജയിലെത്തി. കമ്പനി ബുക്ക് ചെയ്ത റൂം കിട്ടി. കിങ് സൈസ് ബെഡുള്ള വലിയ 5 സ്റ്റാർ റൂം. ഉമ്മ ഫ്രഷാകാൻ പോയി വന്നു. ഞാൻ ഫ്രഷായി വന്നപ്പോഴേക്കും ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് ഉമ്മ കിടന്നു. ഞാൻ അടുത്ത് പോയി കിടന്നു. ഉമ്മ എനിക്ക് എതിർവശം ചെരിഞ്ഞ് കിടക്കുകയാണ്. ഞാൻ പയ്യെ ഉമ്മയുടെ ദേഹത്ത് കെട്ടിപ്പിടിച്ചു. ഉറങ്ങിയാ? ആ ഉറങ്ങി. മറുപടി കിട്ടി. ഉറങ്ങിയ ആളുകൾ കൈപൊക്കും. ഇത് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ നമ്പർ ഇറക്കി. പോടാ അവിടുന്ന്, ഉമ്മ പുച്ഛിച്ചു. ഞാൻ ഒന്നുകൂടെ ചേർന്ന് കിടന്നു. നാട്ടിൽ പോകണ്ടേ? ആ പോണം. അപ്പോൾ പിന്നെ എന്തിനാ നഫീസ ഉമ്മയെ വിളിച്ച് അവൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, നാട്ടിലേക്ക് കയറ്റിവിടാൻ പോകണമെന്നെല്ലാം പറഞ്ഞ് കരഞ്ഞത്? ഇത് കേട്ടപ്പോൾ തന്നെ ഉമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറി. ഞാൻ എഴുന്നേറ്റ് പതിയെ ലൈറ്റിട്ടപ്പോൾ ഉമ്മ നിറഞ്ഞ കണ്ണുകളുമായി അവിടെ മാറി തലകുനിച്ച് നിൽക്കുന്നു. ഞാൻ അടുത്തേക്ക് ചെന്ന് താടി പിടിച്ചുയർത്തി, സോറി ഉമ്മ, ഐ ലവ് യു ടു. ഞാൻ കെട്ടിപ്പിടിച്ചു. ഉമ്മയെ എന്നോട് ചേർത്തു. ഉമ്മ എൻ്റെ നെഞ്ചിലേക്ക് തല ചാരി. കുറച്ചു നേരം ഞങ്ങൾ അങ്ങനെ നിന്നു. ഈ മനസ്സ് കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ ഉമ്മ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. എന്നിട്ടും ഉമ്മയല്ലേ മോനെ നിന്നെ അകറ്റിയത്? അല്ലുമ്മ, നമ്മളെ അകറ്റാൻ ആർക്കും പറ്റില്ല. ഞാൻ ഒന്നുകൂടി ഉമ്മയെ ചേർത്ത് നിർത്തി. പിന്നെ 2 കൈകൾ കൊണ്ട് കോരിയെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. മോനെ. ഉമ്മയുടെ വിളി എന്നെ ഉയർത്തി. ഇല്ല ഉമ്മ, എനിക്കറിയാം. ഉമ്മാക്ക് പൂർണ്ണ മനസ്സോടെ തോന്നുന്നത് വരെ ഞാൻ ഒന്നും ചെയ്യില്ല. ഉമ്മാക്ക് സന്തോഷമായി. ഉമ്മ നെറ്റിയിൽ ഉമ്മ വെച്ചു. ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ ഞാൻ കാണുന്നത് AC-യുടെ തണുപ്പിൽ ചുരുണ്ട് കിടക്കുന്ന ഉമ്മയെയാണ്. പയ്യെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഉമ്മ വെച്ച് ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് റെഡിയായി വന്നപ്പോഴും ഉമ്മ എഴുന്നേറ്റിട്ടില്ല. ഞാൻ ഒന്നും മിണ്ടാതെ മീറ്റിങ്ങിന് പോയി. മീറ്റിങ്ങിലായിരുന്നെങ്കിലും മനസ്സ് നിറയെ ഉമ്മയായിരുന്നു. ബ്രേക്ക് കിട്ടിയപ്പോൾ ആദ്യം ഉമ്മയെ വിളിച്ചു. ഫോൺ എടുത്തപ്പോൾ തന്നെ ആ സൗണ്ടിൽ സ്നേഹം അറിയാമായിരുന്നു. ഡാ, നീ എപ്പോഴാ വരിക? ഞാൻ നേരത്തെ വരാൻ നോക്കാം. എന്തേ, ബോറടിക്കുന്നുണ്ടോ? പിന്നില്ലാതെ. ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ഭക്ഷണം കഴിച്ചോ എൻ്റെ സുന്ദരി? ഭക്ഷണം കഴിച്ചു, TV കാണുന്നു.
ഓക്കെ, ഞാൻ വരുമ്പോൾ വല്ലതും വാങ്ങിക്കൊണ്ട് വരണോ? വേണ്ട, നീ വേഗം വന്നാൽ മതി. ഐ മിസ് യു. അച്ചോടാ, ഐ മിസ് യു ടു ഉമ്മ. ഉമ്മ വേഗം വന്നാൽ തരാം. അത് പറഞ്ഞ് ഉമ്മ കോൾ കട്ടാക്കി. ഒരു ദിവസം കൊണ്ടുവന്ന ചേഞ്ച് എന്നെ അത്ഭുതപ്പെടുത്തി. എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോകാൻ എൻ്റെ മനസ്സ് കൊതിച്ചു. തിരിച്ച് കാറിൽ കയറിയപ്പോഴാണ് റമീസ് വിളിച്ചത്. അവനോടും നഫീസ ഉമ്മയോടും സംസാരിച്ചു. രണ്ടുപേരും ഹാപ്പി. ഷാർജയിൽ നിന്ന് തിരിച്ചു ചെല്ലുമ്പോൾ അവിടെ ചെല്ലാന്ന് വാക്ക് കൊടുത്തു. രണ്ടുപേർക്കും താങ്ക്സ് പറഞ്ഞു. കുറച്ച് സ്നാക്സും ഉമ്മാക്ക് ചോക്ലേറ്റും എല്ലാം വാങ്ങിയാണ് റൂമിലെത്തിയത്. കതക് തുറന്ന് ഞാൻ ഞെട്ടി. അന്ന് ഞാൻ വാങ്ങിക്കൊടുത്ത ഗോൾഡൻ കളർ നൈറ്റിയിട്ട് ഉമ്മ നിൽക്കുന്നു. അകത്തേക്ക് കയറിയ ഉമ്മാനെ അടിമുടിയൊന്ന് നോക്കി. സാധനങ്ങൾ കയ്യിൽ കൊടുത്തു. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, ഫുഡ് കഴിക്കും പോകാമെന്നിട്ട്. ഉമ്മ ഓക്കെ പറഞ്ഞു റെഡിയാകാൻ പോയി. ഫ്രഷായി വന്ന ഞാൻ കണ്ടത് ചുരിദാറിൽ കണ്ണാടിക്ക് മുന്നിൽ വട്ടം തിരിയുന്ന ഉമ്മയാണ്. എന്നെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടെന്ന് കണ്ണുകൊണ്ട് ആക്ഷൻ കാണിച്ചു. സൂപ്പറെന്ന് ഞാനും കാണിച്ചു. അധികം തിരക്കില്ലാത്ത ഒരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അടുത്തുള്ള മോളിൽ പോയി കുറച്ച് നേരം കറങ്ങി. എൻ്റെ ശരീരത്തോട് ചേർന്നാണ് ഉമ്മ നടന്നിരുന്നത്. ഉമ്മയെ ചേർത്ത് നിർത്തുമ്പോൾ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു എനിക്ക്. തിരിച്ച് ഹോട്ടലിലെത്തി ലിഫ്റ്റ് കയറിയപ്പോൾ ആരുമുണ്ടായിരുന്നില്ല. ഞാൻ ഉമ്മയെ നോക്കി. ആ കണ്ണിൽ ഒരു കാമുകിയെ ഞാൻ കണ്ടു. പയ്യെ കെട്ടിപ്പിടിക്കാൻ തുനിഞ്ഞ് എന്നെ ഉമ്മ തടഞ്ഞു. റൂമിലെത്തട്ടെ. അതൊരു വല്ലാത്ത അനുഭൂതി എന്നിലൂടെ കടത്തിവിട്ടു. ഗ്രീൻ സിഗ്നൽ. റൂമിൽ കയറിയതും ഞാൻ ഓടിച്ചെന്ന് ഉമ്മയെ പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. കുറച്ച് കഴിഞ്ഞ് കുളിച്ചു വന്ന ഉമ്മ എന്നെയും നിർബന്ധിച്ച് കുളിക്കാൻ പറഞ്ഞു വിട്ടു. ഞാൻ കുളിച്ചു വരുമ്പോൾ ഉമ്മ പുതിയ നൈറ്റിയെല്ലാം വിട്ട് ബെഡിൽ കിടന്നിരുന്നു. ഞാൻ ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉറക്കത്തിലേക്ക് വഴുതി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉമ്മ എൻ്റെ കയ്യിൽ കിടന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കി ഉറങ്ങുകയായിരുന്നു. സൂര്യപ്രകാശം റൂമിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പയ്യെ ആ നെറ്റിയിൽ ചുംബിച്ചു. ഉമ്മ ഉറക്കത്തിൽ ഒരു കുറുകി. ഞാൻ പയ്യെ എഴുന്നേറ്റു. മീറ്റിങ്ങിന് പോകാൻ റെഡിയായി. മീറ്റിങ്ങിന് ചെന്നപ്പോഴാണ് മൊബൈൽ ബെല്ല് വരുന്നത്. മൊബൈൽ വൈബ്രേഷനിലായിരുന്നെങ്കിലും അതെന്നിലുണ്ടാക്കിയ സന്തോഷം വലുതായിരുന്നു. ബ്രേക്ക് ടൈമിൽ ഉമ്മയെ വിളിച്ചു. ഹലോ, എൻ്റെ സുന്ദരി ഉമ്മയാണോ? അല്ല, നിൻ്റെ വയസ്സായ ഉമ്മയാണ്. വയസ്സായാലും സൗന്ദര്യം മുന്നേ വിട്ട് പോകമാട്ടെ. പോടാ അവിടുന്ന്. എപ്പോൾ വരും? കാത്തിരിഞ്ഞു മുഷിഞ്ഞു എൻ്റെ ഉമ്മ. ഏയ്, നിന്നെ ആര് കാത്തിരിക്കണതിന്? ഉമ്മ കളിയാക്കി. ഞാൻ വൈകുന്നേരം ആവും. വല്ലതും വാങ്ങണോ? നിനക്ക് വല്ലതും വാങ്ങിക്കോ. എനിക്കെന്ത്? ഒന്നുമില്ല, പോടാ ചക്ക. വേഗം വാ. കണ്ട പെമ്പിള്ളേരുടെ വായ നോക്കി അവിടെ നിൽക്കണ്ട. ഓ പിന്നെ, എനിക്ക് വായ നോക്കാനല്ലേ എൻ്റെ ഉമ്മ ഉള്ളത്. അത് ഉമ്മാക്ക് ശരിക്കും ഇഷ്ടമായി എന്നാ മൂളൽ കേട്ടപ്പോൾ മനസ്സിലായി. നമ്മളിന്ന് തിരിച്ചു പോവില്ലേ? ആ, ഞാനങ്ങ് വരട്ടെ, പറയാം. എന്നാ ഓക്കെ, വെക്കല്ലേ. ഒരു ഉമ്മതാ. പോയടാ ചെക്ക അവിടുന്ന്. കോൾ കട്ടാക്കി. ഓ, ഈ ഉമ്മ ഒരു പിടിയും തരുന്നില്ലല്ലോ. ഞാൻ മനസ്സിലോർത്തു. വൈകുന്നേരം വരെ ആവാൻ കുറേ കഷ്ടപ്പെട്ടു. അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. റൂമിലേക്ക് പോകും വഴി ഹൈപ്പർ മാർക്കറ്റിൽ കയറി. ബെല്ലടിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. ഉമ്മ വന്ന് വാതിൽ തുറന്ന് മുന്നിൽ നിന്നു. ഞാൻ അകത്തേക്ക് കയറി കെട്ടിപ്പിടിക്കാൻ പോയപ്പോഴേക്കും ഉമ്മ തടഞ്ഞു. പോയി കുളിച്ചു വാ. എന്നാൽ ഉമ്മയും റെഡിയാവ്, പുറത്തു പോയി കഴിക്കാം. നമ്മളെപ്പോഴാ തിരിച്ചു പോണേ? ഹാ, പോവാ ഉമ്മച്ചിക്കുട്ടി, 2 ദിവസം കഴിയട്ടെ. 2 ദിവസമോ? അപ്പോൾ നിനക്ക് ഓഫീസില്ലേ? ഓഫീസിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ഹണിമൂൺ ആഘോഷിക്കാന്, ഡോണ്ട് ഡിസ്റ്റർബ് എന്ന്. ഉമ്മയുടെ മുഖം ചുവന്നു. ചുമ്മാ പറഞ്ഞതോ ഉമ്മ, എനിക്ക് 2 ദിവസം ലീവാണ്, അത് കഴിഞ്ഞ് പോയാൽ മതി. പോടാ അവിടുന്ന്. ഉമ്മ കൈകൊണ്ട് പയ്യെ എന്നെ തല്ലി. എന്നാൽ റെഡി ആയിക്കോ, പുറത്തു പോകാം. ഓർഡർ ചെയ്യടാ, ഇനിയിപ്പോൾ എവിടെയും പോകണ്ട. ഓക്കെ ഉമ്മച്ചിക്കുട്ടി. ഫുഡിന് ഓർഡർ കൊടുത്ത് ഞാൻ കുളിക്കാൻ പോയി. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഫുഡ് വന്നിരുന്നു.
ഉമ്മ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ടായിരുന്നു. ലാപ്പുമായി ഞാൻ ഇരുന്നു. ഉമ്മ അലമാരിയിൽ നിന്ന് എന്തോ എടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഉമ്മ ഇറങ്ങി വന്നത് കണ്ട് ഞാൻ ഞെട്ടി. കറുത്ത സിൽക്ക് നൈറ്റിയിൽ, ഞാൻ അന്ന് വാങ്ങിക്കൊടുത്തിട്ട് ഇടാതെ വെച്ചത്. ഉമ്മ ഇറങ്ങി വന്ന് എന്നെ ഒളികണ്ണിട്ട് നോക്കി കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് തല തുവർത്തി. ഞാൻ പതിയെ ലാപ്ടോപ്പ് മടക്കി വെച്ച് ഉമ്മയുടെ പിറകിൽ പോയി നിന്നു. പയ്യെ കയ്യിലൂടെ കെട്ടിപ്പിടിച്ചു. ഉമ്മ കൈ തട്ടി. അപ്പോൾ ഞാൻ വീണ്ടും പയ്യെ കെട്ടിപ്പിടിച്ചു. കണ്ണാടിയിൽ നോക്കിയ ഞങ്ങളുടെ കണ്ണുടക്കി. എന്താ ഉദ്ദേശം? ദുരുദ്ദേശം. അയ്യാ, അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഏത് പള്ളിയിലാണ് പെണ്ണേ? ഉമ്മയുടെ മുഖം ചുവന്നു. ഞാൻ ഉമ്മയെ തിരിച്ചു നിർത്തി. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി നിന്നു. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇടുന്നത്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ പോയി ബാക്കി പോർഷൻ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.